സേതു, UDF ക്യാമ്പ് വലിയ ആവേശത്തിലായി കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയും ഇന്ന് കൽപ്പറ്റയിലേക്ക് എത്തുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അതിനു മുൻപ് റോഡ് ഷോയാണ്. അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നത് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 15-16 കിലോമീറ്റർ അകലെ മേപ്പാടി തലക്കൽ ഗ്രൗണ്ടിലാണ്. അവിടെ നിന്ന് ആ റോഡ് മാർഗം വരും. അതുതന്നെ ഒരു തുറന്ന ജീപ്പിലായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും കൽപ്പറ്റയിലാണ് ഔദ്യോഗികമായി റോഡ് ഷോ. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് DCC ഓഫീസ് പരിസരം വരെയാണ് ഏതാണ്ട് 2 കിലോമീറ്ററോളം റോഡ് ഷോ. അതിനുശേഷമായിരിക്കും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. എന്തായാലും പ്രവർത്തകരുടെ ആവേശം അലതല്ലുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ഇത് രാഹുലിന്റെ റോഡ് ഷോയിൽ ക്കുള്ള പ്ലക്കാർഡുകളാണ്. ഏതാണ്ട് 4 വണ്ടികൾ, ഇതുപോലെ ഒരു 3 വണ്ടികൾ കൂടി മുന്നിലുണ്ട്. നിലമ്പൂരിൽ നിന്നാണ് എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ എവിടുന്ന് വരുന്നത്? നിലമ്പൂർ മീഡിയ സ്പോട്ട്. ശരി കമൽ, ഞാൻ കമലിലേക്ക് മടങ്ങി വരാം. എല്ലാവരും വലിയൊരു ആവേശത്തിൽ തന്നെയാണ്. ചുങ്കൻ ജംഗ്ഷനിലെ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് കമൽ എത്തിച്ചത്. നമുക്ക് മേപ്പാടിയിലേക്ക് പോകാം. അരുൺ അമർനാഥ് ഉണ്ട് അവിടെ. മേപ്പാടിയിലാണ് രാഹുൽ ഗാന്ധി ഈ വിമാനം ഇറങ്ങാൻ പോകുന്നത്. അരുൺ, ഇപ്പോൾ അവിടെ ഒരുക്കങ്ങൾ ഏതുവരെയാണ്? വിമാനം ഇറങ്ങാൻ പോകുന്നത് മേപ്പാടിയിലാണ്. അവിടെ മുതൽ തന്നെ റോഡ് ഷോ ആരംഭിക്കുമോ? എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ? സേതു, നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥയാണ്, നല്ലൊരു അന്തരീക്ഷമാണ്. രാവിലെ എന്തായാലും മഞ്ഞൊക്കെ ചൂടായി വരുന്നേ ഉള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പ് ചൂടിന് യാതൊരു കുറവും വന്നിട്ടില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രവർത്തകരൊക്കെ ഈ രാഹുൽ ഗാന്ധിയെ വരവേൽക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ്. രാവിലെ മുതൽ തന്നെ ഈ മേപ്പാടിയിലെ റിപ്പൺ തലക്കലുള്ള ഇവിടെയാണ് ഹെലിപാഡ് സംവിധാനമുള്ളത്. ഇവിടെയാണ് രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ ഇറങ്ങുക. ഇവിടെ നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് കൽപ്പറ്റയിലേക്ക് പോവുക. അവിടെ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. അവിടെ പ്രവർത്തകരെയൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ രാവിലെ തന്നെ കാണാം. എങ്ങനെയാണ് രാഹുൽജിയെ വരവേൽക്കുന്നത്? രാഹുൽജിയുടെ വരവ് പ്രതീക്ഷിച്ചിട്ട് ഈ നാട് ഒരുങ്ങി നിൽക്കുകയാണ്. എല്ലാവരും വലിയ ആവേശത്തിലാണുള്ളത്. ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും രാഹുൽജിയെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തും. വലിയൊരു ചരിത്ര നിയോഗത്തിനാണ് ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ പുതിയ അധികാര മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ നായകനാണ് രാഹുൽ ഗാന്ധി. ആ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നത് ഞങ്ങളെപ്പോലെ ഈ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളും ആദിവാസികളും കർഷക തൊഴിലാളികളും ഒക്കെ താമസിക്കുന്ന ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് ആരംഭിക്കുക എന്നുള്ളത് വലിയൊരു സന്ദേശമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിന് ഞങ്ങളുടെ ഈ ഗ്രാമം തെരഞ്ഞെടുത്തതിന്റെ ഒരു സന്തോഷം, അതുകൂടാതെ നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി മാത്രം ഓർക്കുന്ന രാജീവ് ഗാന്ധിയുടെ 2 ധീര സന്തതികൾ ഇവിടെ ഇന്ന് ഇറങ്ങാന്ന് പറയുമ്പോൾ എന്താണെങ്കിലും എല്ലാവരും ആവേശത്തിലാണ്, അത്യാവേശത്തിലാണ്. അവരുടെ വാക്കുകളിൽ അതെല്ലാം വ്യക്തവും